ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ 68 എപ്പിസോഡിന്റെ അപ്ഡേഷൻസ് ആണ് പറയുന്നത്. അപ്പൊ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും എന്താ ഞാൻ തനിച്ച് എന്നുള്ളത്. നിങ്ങൾക്കറിയാം എന്താന്നുള്ളത്. അപ്പൊ അത് വരും എപ്പിസോഡിലും ദിവസങ്ങളിലൊക്കെ കാണാം. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. അപ്പൊ ഇന്നത്തെ ദിവസത്തിൻ്റെത് മോർണിംഗ് ടാസ്കിലാണ്. എല്ലാ ദിവസത്തെ പോലെ മോർണിംഗ് ടാസ്കിലാണ് തുടങ്ങിയത്. ഇന്ന് മോർണിംഗ് ടാസ്ക് സായിക്കാണ് കിട്ടിയത്. സായിക്ക് ഭയങ്കരമായ ഒരു ടാസ്ക് ആണ് കിട്ടിയത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കാ വെച്ചിട്ട് സംസാരിക്കാനാണ്. എനിക്ക് മനസ്സിലായത് ഈ മോർണിംഗ് ടാസ്ക് കണ്ടപ്പോൾ പണ്ടത്തെ സീസണുകളിലൊക്കെ ഈ ഒരു മോർണിംഗ് ടാസ്കിലാണ് എല്ലാവിധ അടികളും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യല്. രാവിലെ തന്നെ എല്ലാ ദിവസവും തുടങ്ങാറുണ്ടല്ലോ. അപ്പൊ അത് സാധാരണ അങ്ങനെയാണ് തുടങ്ങുന്നത്. ഈ സീസണിൽ മാത്രം കണ്ടൊരു പ്രത്യേകത LKG കുട്ടികൾക്കുള്ള സംഭവങ്ങളൊക്കെ പോലെയാണ്. കാ വെച്ചിട്ട് പറയുക, അല്ലെങ്കിൽ അരിന്ന് കല്ല് പെറുക്കി കളയുക, മന്താക്ഷരി കളിക്കുക, അതൊക്കെയാണ് ഏറ്റവും വലിയ ഗെയിമുകളായിട്ട് അവിടെ കളിക്കുന്നത്. എന്തായാലും നമുക്കത് എപ്പിസോഡിലാകുമ്പോഴും ലൈവ് ആണെങ്കിലൊക്കെ കണ്ടേ പറ്റുള്ളൂ. അപ്പൊ എന്താണെങ്കിലും അത് നടന്നു. ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് സാധാരണ വീട്ടിലുണ്ടാവുന്ന പോലെ ജഗപോക്ക് പ്രശ്നങ്ങളും, ചായയിൽ കാപ്പി വാർന്നില്ല, കാപ്പിയിൽ പാല് വാർന്നില്ല, പഞ്ചസാര വാർന്നില്ല, ഇങ്ങനെയുള്ള എല്ലാ ദിവസത്തെയും പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ നന്ദന സ്റ്റോർ റൂമിൽ പോയി. നന്ദനന്റെ കാര്യം പറയുമ്പോൾ അപ്പൊ എല്ലാവർക്കും അറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പൊ കഴിഞ്ഞ പോയ ദിവസങ്ങളിലൊക്കെ ഉള്ള ഏറ്റവും വലിയ ഒരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഫാമിലി റൗണ്ട് ആണെന്നുള്ളതാണ്. ഒരുപാട് ആളുകളെ, ഇപ്പൊ 2-3 ആളുകളൊക്കെ ഫാമിലി വന്നു പോയി. അപ്പൊ ഇന്നും നിങ്ങൾക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഇതൊരു വലിയ അങ്ങനെ ഇതാക്കി പറയേണ്ട കാര്യമൊന്നുമല്ല. എല്ലാവർക്കും അറിയാം, ജിൻഡോ, നന്ദന, ഇവർ രണ്ടാളെയും ഫാമിലിയാണ് വന്നിട്ടുള്ളത്. അപ്പം നന്ദന സ്റ്റോർ റൂമിൽ പോയി ഡോർ തുറക്കുന്നു. നന്ദനന്റെ അമ്മയും ചേച്ചിയും വന്നിട്ടുണ്ട്. നന്ദന ഭയങ്കര എക്സൈറ്റഡ് ആവുന്നു. നന്ദന ഭയങ്കര സ്നേഹത്തിൽ കെട്ടിപ്പിടിക്കുന്നു, കരയുന്നു. ചിലപ്പോൾ എല്ലാ ദിവസങ്ങളും കുറെ ദിവസമായി നന്ദന പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്റെ അമ്മ ഇവിടെ ആ കാറും കൊണ്ടുവരുന്ന ചേട്ടന്റെ അടുത്തൊക്കെ എന്റെ അമ്മേനെ കൊണ്ടുവരണേന്നൊക്കെ പറയണ്ടായിരുന്നു. അപ്പൊ എന്താണെങ്കിലും നന്ദന ഇന്നത്തെ ദിവസങ്ങളിൽ ഇപ്പൊ കൊണ്ടുവന്നത്, ഇത്രയും ദിവസം ഇന്നോവയിലാണ് കൊണ്ടുവന്നത്. അപ്പം ഇന്ന് വന്നത് സ്റ്റോർ റൂമിൽ കൂടിയാണ്. അതൊരു വ്യത്യസ്തത കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. എന്തായാലെങ്കിലും അങ്ങനെ വന്നു. അപ്പം നന്ദന എല്ലാവരെയും പരിചയപ്പെടുത്തി. നന്ദനെ തിരിച്ചും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അമ്മേന്റെ സാരി നല്ലതാണെന്ന് പറയുന്നു. ഭയങ്കര രസമായിട്ടോ. എനിക്ക് അമ്മേനെ ഭയങ്കര ഇഷ്ടമായി. ഒരു പാവം അമ്മ. ചേച്ചിയും അടിപൊളിയാണ്. എന്തായാലും നന്ദന റൂമിലൊക്കെ കൊണ്ടുപോയി ചേച്ചിക്ക് മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ കുറെ ദിവസം കാണാത്തതിന്റെയും എനിക്ക് തോന്നുന്നു നന്ദന വീട്ടിൽ അത്രയും ഭയങ്കര ഒരു സംഭവമാണ് തോന്നുന്നത് കണ്ടപ്പം. ചെറിയ കുട്ടി ആയതുകൊണ്ടൊക്കെ ആയിരിക്കണം. അപ്പോൾ നന്ദന അമ്മേനെയൊക്കെ കൊണ്ടുപോയി എല്ലാ സ്ഥലങ്ങളും കാണിക്കുന്നുണ്ട്, എല്ലാവരെയും പരിചയപ്പെടുത്തുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഒരു വഴിക്ക് അമ്മേനെ പരിചയപ്പെടുത്തലും കാര്യങ്ങളും നടക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു ചെറിയ അടി നടക്കുന്നുണ്ട്. അതെ, ജാസ്മിൻ ജിൻഡോ തമ്മിലുള്ള അടി. ആ അടി എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഉള്ളിൽ കുറച്ച് ദിവസമായി സിജോ ഒക്കെ പറയണമല്ലോ, അതൊക്കെ തമാശയ്ക്ക് പറയണതാണ്. ഇനിയിപ്പോ ജാസ്മിന്റെ ഉപ്പ് നമ്മളും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഗബ്രി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ജാസ്മിന്റെ ഉപ്പ് വരുമ്പോ എന്താവും അവസ്ഥ, എന്താണ് പറയുണ്ടാവുക എന്നൊക്കെ നമുക്കൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിന്റെ ഉള്ളിൽ കുറച്ച് ദിവസമായി ജിൻഡോ ആണെങ്കിലും സിജോ ആണെങ്കിലും സായി ആണെങ്കിലും ഒക്കെ പറയുന്നുണ്ട്. എന്താണെങ്കിലും ജിൻഡോ പറഞ്ഞ ആള് തോന്നുന്നു ജാസ്മിന്റെ ഒപ്പ് വരുമ്പോഴോ ഇനി വിറ്റാവുക, എന്നെ അല്ലെങ്കിൽ അവള് പ്രശ്നമാണ്. അവള് കാക്കാന്ന് വിളിക്കുന്ന ആളുകളൊക്കെ എപ്പോഴും പുറത്താണ്. എന്നെ കാക്കാന്ന് വിളിക്കുമ്പോഴൊക്കെ ഞാൻ തട്ടിത്തറിഞ്ഞു വീണ്ടും അങ്ങനെ ജാസ്മിൻ ഒരു തമാശയായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ജാസ്മിന്റെ ഉപ്പ് വന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത് ജാസ്മിന് പറ്റില്ല. ജാസ്മിൻ ആകെ പ്രശ്നങ്ങളായി. എന്റെ ഉപ്പാനെ പറഞ്ഞ അവിടെ എന്താ പറയാ, ആർക്കാണെങ്കിലും സ്വന്തം വീട്ടുകാരെ പറഞ്ഞാൽ പ്രശ്നമാവും. പക്ഷെ അത് ആർക്കാണെങ്കിലും അങ്ങനെ വരും. ജാസ്മിന്റെ ഉപ്പാനെ ഇങ്ങനെ പറയാനുള്ള ഒരു സാഹചര്യങ്ങളും അവരുടെ വീട്ടുകാരെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാക്കിയത് ജാസ്മിൻ തന്നെയാണ്. കാരണം ഈ സീസണിലുള്ള ആളുകളെ ഏറ്റവും കൂടുതൽ തുടക്കം മുതലേ നമ്മൾ ഫാമിലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് ജാസ്മിന്റെ ഉപ്പാനെ കുറിച്ചാണ്. അവരെ ബ്ലോക്കിനെ കുറിച്ചും അവരെ ഫോൺ വിളിനെ കുറിച്ചും അവിടുത്തെ വീട്ടിൽ പിന്നീടുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചും എല്ലാം നമ്മളെല്ലാവരും ചർച്ച ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ള ഒരു ഫാമിലിയാണ്. ഒരു പക്ഷേ ജാസ്മിന്റെ ഉപ്പ മുട്ട പപ്സ് കഴിക്കുന്നത് വരെ നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങളും ജാസ്മിന്റെ ഉപ്പാനെ കുറിച്ച് നമ്മൾ അറിഞ്ഞു, ഫാമിലിനെ കുറിച്ച് അറിഞ്ഞു. അപ്പൊ അതിനൊക്കെ സാഹചര്യങ്ങൾ കൊണ്ടുണ്ടാക്കിയത് ജാസ്മിനാണ്. അപ്പം വീട്ടിൽ അങ്ങനെ ആളുകൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു കാരണം ജാസ്മിൻ ആണെന്നുള്ളത് ജാസ്മിൻ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ ആളുകൾ ഇങ്ങനെ സംസാരിക്കും എന്നുള്ളതും തിരിച്ചറിയണം. അപ്പൊ എന്താണെങ്കിലും അതിന്റെ പേരിൽ കുറെ അടിയും വഴക്കുകളൊക്കെ ഉണ്ടായി. അതങ്ങനെ പോയി. എന്തായാലും നന്ദന ഓരോരുത്തരും വന്ന് പരിചയപ്പെടുത്തി. സായി കൊടുത്തിട്ടുള്ള ആ ഗോൾഡ് കോയിൻ, ലാലേട്ടൻ കൊടുത്ത ആ ഗോൾഡ് കോയിൻ നന്ദനയ്ക്ക് വേണ്ടിയിട്ട് സായി കൊടുത്തിട്ടുണ്ട്, നന്മമരം. അപ്പൊ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാണിച്ച് നന്ദന അതൊക്കെ കാണിച്ചിട്ടുണ്ട്. എനിക്ക് സായിട്ടം തന്നതാണ് ഈ ഒരു ഗോൾഡ് കോയിൻ. ഇനി എന്താ പറയാ, എനിക്ക് ആപ്പിൾ ഫോൺ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. എനിക്ക് പോലും ആ ദുഷ്ടൻ ഒരു ആപ്പിൾ ഫോൺ വാങ്ങിച്ചു തന്നിട്ടില്ല. അതുകൊട്ടെ അപ്പം ആപ്പിൾ ഫോൺ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. എന്തായാലും എല്ലാവരെയും പരിചയപ്പെടുത്തി അങ്ങനെയൊക്കെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ അടുത്തത് അത് കുറച്ചു നേരത്തിനുള്ളിൽ പല കാര്യങ്ങളും സംഭവിച്ചു പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ അതൊക്കെ ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് പോവാണ്. അല്ല, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പം ഈ ഫാമിലി റൗണ്ട് ആയതുകൊണ്ട് തന്നെ എല്ലാവരും വേറെ ഒന്നും കണ്ടിട്ടില്ലെങ്കിലും ഫാമിലിന്റെ കാര്യങ്ങൾ എല്ലാവരും കാണുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഉണ്ടായ ഒരു സംഭവമാണ് സിജോന്റെ. അപ്പൊ പല ഗ്രൂപ്പുകളിലൊക്കെ കാണാൻ പറ്റി നമുക്ക് സിജോനെ കൺഫ്യൂഷൻ റൂമിൽ വിളിപ്പിച്ചിട്ടുണ്ട്. സിജോന്റെ കണ്ണൊക്കെ കെട്ടി കൊണ്ടുപോകുന്നുണ്ട്. സിജോ പുറത്തു പോയോ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ബാക്കി എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലൈവില്. എന്തായാലും സിജോന്റെ ഹെൽത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഒരു സ്കാനിങ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞ
നിർദ്ദേശപ്രകാരമാണ് സിജോനെ വിളിപ്പിച്ചതും കൊണ്ടുപോയതൊക്കെ. അപ്പോൾ സിജോ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നുണ്ടാവും. നമ്മളിപ്പം ചെറിയ ഇതൊക്കെ കണ്ടതിലൊക്കെ ഇപ്പം ഞാൻ ലൈവ് ഇപ്പോൾ കണ്ടിട്ടില്ല കുറച്ച് നേരത്തിന്. അപ്പോൾ ആ സമയത്ത് നമ്മളതിൽ ചെറിയ പീസുകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു സിജോ ഗെയിമിലൊക്കെ കളിക്കുന്നത്. എന്തായാലും സിജോ ചിലപ്പോൾ ഓക്കെ ആയിട്ടുണ്ടാവും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ സിജോക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെല്ലാം സ്കാനിങ്ങിലെല്ലാം ഓക്കെ ആവട്ടെ. സിജോ ഒന്ന് ഗെയിമിലൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റിയിട്ട് അടിപൊളിയായിട്ട്. അപ്പോൾ അതിന്റെ ഇടയിൽ അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ പെട്ടെന്ന് അവർ സംസാരിക്കുന്നതിന്റെ ഇടയിൽ പ്ലാസ്മ ടിവിയിൽ നമ്മളെ ജിൻഡോന്റെ അമ്മേനെ അച്ഛനെയും കാണിച്ചു. അപ്പം നമ്മളെ കൺഫെഷൻ റൂമിലാണ് അവർ ഇരിക്കുന്നത്. അപ്പം ജിൻഡോ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് അച്ഛനും അമ്മയ്ക്കും സുഖമല്ലേ എന്നൊക്കെ. അപ്പം ജിൻഡോ ഭയങ്കര വെയിറ്റിങ്ങിലാണ്. ഞാൻ കരയുന്നില്ല അച്ഛനും അമ്മേനെയും കണ്ട ഞാൻ കരയുന്നില്ല, ഞാൻ അങ്ങനെ അച്ഛൻ്റെ അമ്മേൻ്റെ മുന്നിൽ നിന്ന് കരയാറില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വരുന്നു, ജിൻഡോന്റെ അച്ഛനും അമ്മയും വരുന്നു. ഭയങ്കരമായിട്ട് അവരൊക്കെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു. ഭയങ്കര സന്തോഷം, വീട്ടിൽ ഭയങ്കര സന്തോഷം. പ്രത്യേകിച്ച് നമ്മളെ ജിൻഡോന്റെ അമ്മയും അച്ഛനും ആയതുകൊണ്ട് തന്നെ ജിൻഡോ ആ വീട്ടിൽ ഭയങ്കര കോമഡിയൊക്കെ പറഞ്ഞു നടക്കണം. എല്ലാവർക്കും ഇഷ്ടമാണോ എന്ന് വെച്ചാൽ ഭയങ്കരമായ ഇഷ്ടമാണ്. എന്നാൽ പ്രശ്നക്കാരനുമാണ്. അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണല്ലോ ജിൻഡോ. എല്ലാവർക്കും നമുക്കും ഭയങ്കര ഇഷ്ടമാണ് ജിൻഡോനെ, അതിൻ്റെ ഉള്ളിലും ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ജിൻഡോനെ. അപ്പോൾ എന്തായാലും അതുകൊണ്ട് തന്നെ ജിൻഡോനെ അമ്മേനെ പിന്നെ ഭയങ്കര വാം വെൽക്കമിങ് ഒക്കെ ആയിരുന്നു. അങ്ങനെ ജിൻഡോനെ വിളിച്ച് അച്ഛനും അമ്മയ്ക്കൊന്നും സുഖമില്ല തോന്നുന്നു. പാവം നടക്കാനൊന്നും വയ്ക്കില്ല, അവരൊക്കെ പിടിച്ചിട്ടാണ്. അച്ഛൻ്റെ കാലിലെന്തോ ഇത് ചുറ്റിക്കുക അങ്ങനെ എന്തോ സാധനമൊക്കെ വീണു. അപ്പോൾ അച്ഛനും വയ്യ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും അവരവരെ പിടിച്ച് കൊണ്ടുവന്ന് നിർത്തി സംസാരിച്ചു. ജിൻഡോൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ, ജിൻഡോൻ്റെ ബ്ലാക്ക് ബെൽറ്റോ യെല്ലോ ബെൽറ്റോ എന്തൊക്കെ ജിൻഡോക്ക് കൊടുക്കുന്നുണ്ട്. ജിൻഡോ അതൊക്കെ എടുത്തിട്ട് ഭയങ്കര അഭ്യാസ പ്രകടനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അത് കൊടുന്ന് തന്നെ ചിലപ്പോൾ അന്ന് ഇവരൊക്കെ സംശയത്തിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ശരിക്കും നിങ്ങൾ ബ്ലാക്ക് ബെൽറ്റ് ലാലേട്ടനും ചോദിച്ചിട്ടുണ്ടോ തോന്നുന്നു, നിങ്ങൾ ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ പറഞ്ഞത് സത്യമാണോ എന്നൊക്കെ. അപ്പൊ എന്നാലും അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. എന്തായാലും ഇപ്പൊ നമുക്കൊക്കെ മനസ്സിലായി, വരുന്ന വഴിക്ക് വാങ്ങിച്ചാണോ എന്തോന്നും അറിയില്ല. സംഗതി ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ ജിൻഡോന്റെ അമേരിക്ക കണക്ഷൻ, ജിൻഡോ അങ്ങനെ അമേരിക്ക കണക്ഷൻ ആണോ വരിക, ആരാ എന്താന്നുള്ള അറിയില്ല ഒക്കെ പറയുള്ള കൺഫ്യൂഷനിലായിരുന്നു. എന്തായാലും അമേരിക്ക കണക്ഷൻ ജിൻഡോനോട് അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ജിൻഡോന്റെ കല്യാണമൊക്കെ ഉണ്ടാവും, നമ്മളൊക്കെ വിളിക്കുന്നുണ്ടാവുമായിരിക്കും അല്ലെ, എന്തായാലും ഉണ്ടാവും. അപ്പൊ നമുക്ക് ജിൻഡോന്റെ കല്യാണങ്ങളും ഒക്കെ ഉണ്ടാവും. എന്താണെങ്കിലും ജിൻഡോന്റെ അമ്മ അപ്പനും അവിടെ ഇരിക്കുന്നുണ്ട്. എന്നാൽ പോലും അവിടെ അടുത്ത ഗെയിം കളിക്കുമ്പോൾ ജിൻഡോ ഗെയിമറായി മാറിയിട്ടുണ്ട്. അവിടെ എന്താ ഫൈറ്റ് എന്താന്നുള്ളതൊന്നും കറക്റ്റ് മനസ്സിലായിട്ടില്ല. അതിനുള്ളിൽ ഭയങ്കര വാക്കേറ്റങ്ങളും വാഗ്വാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഭയങ്കരമായ വാഗ്വാദങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. എന്തായാലും ഗെയിം അവിടെ ഓണായിട്ട് അവർ സംസാരിക്കണം ഒക്കെ ഉണ്ട്. എന്താണ് ഗെയിം എന്നുള്ളതൊക്കെ ഇനി കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഇതുവരെയുള്ള അപ്ഡേഷൻസ് ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇനി അടുത്ത ദിവസങ്ങൾ എനിക്കറിയാം ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഞാൻ മാത്രമായത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുന്നുണ്ടാവും. അത് തന്നെയാണ് കാരണം. അപ്പൊ അതിന്റെ കാരണങ്ങളൊക്കെ നമുക്ക്, അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിലുകളും അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാൻ വരുന്ന സമയങ്ങളിൽ സംസാരിക്കാം. അപ്പോൾ അതുവരേക്കും ബൈ.